ഇവൾക്ക് ഇവളുടെ ഇത്രയും നേരം ഞാൻ എൻ്റെ വീഡിയോസ് എടുത്തരാൻ പറഞ്ഞിട്ട് ആരും എടുത്തന്നില്ല. അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നതല്ല, ഞാൻ തട്ടിക്കൂട്ടിയിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കിയിട്ട് വായും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വീഡിയോ. കാലത്ത് എനിക്ക് കുളിച്ച് നിന്നപ്പോഴാണ് അഖിലേട്ടൻ്റെ ഒരു കോള്. അപ്പൂ ഒന്ന് അമ്പലത്തിൽ പോയാലോ? ആയിക്കോട്ടെ, വെറുതെ ഇരിക്കുന്ന എനിക്ക് എന്ത് അമ്പലം. അപ്പോൾ പിന്നെ ഞാനും കഥവും കൂടി ഒരുങ്ങി തിരിച്ച് വേഗം അമ്പലത്തേക്ക് പോകാൻ കാറിൽ കയറി. പിന്നെ കാറിലിരുന്ന് കുറേ ക്യൂട്ട്നെസ് വാരി എറിയുന്നതിൻ്റെ ഇടയ്ക്ക് എത്തിച്ച് നോക്കുന്ന കഥുവിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ചേറ്റുവ പാലം. ചേറ്റുവ പാലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ആ പുതിയ പാലം ഉണ്ടല്ലോ, അത് മിക്കവാറും ഞാനാ ഉദ്ഘാടനം ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഈ മനോഹരമായ ലാൻഡ്സ്കേപ്പ് കണ്ടപ്പോൾ തന്നെ ടെമ്പിൾ ഏതാണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവല്ലോ. മറ്റെവിടെ അല്ല, തൃശ്ശൂർ ജില്ലയിലെ അവണയങ്കാടാണ്. അപ്പോൾ അത് ആ ടെമ്പിളിൻ്റെ അവിടേക്ക് എത്താനായപ്പോഴാണ് ചെരുപ്പ് ഊരാത്ത കാര്യം ഞാൻ മറന്നുപോയത്. തിരിച്ച് വന്ന് ചെരുപ്പ് ഊരിയിട്ട് നടക്കുമ്പോഴാണ് എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ വഴിയിലെ രണ്ട് സൈഡിൽ ഈ പ്രത്യേകതരം ഔഷധ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഞാനൊരു അഗ്രികൾച്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാവാം എനിക്ക് ഇങ്ങനത്തെ വഴികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഉത്സാഹമാണ് കാണാനായിട്ട്. പിന്നെ ഈ കവാടം, ഇത് എന്തോ ഒരു പ്രത്യേക ഭംഗി അതിന്. പിന്നെ അമ്പലമായാലും വേണ്ടിയില്ല, പൂരപ്പറമ്പായാലും വേണ്ടിയില്ല, ഫുഡെന്ന് കേട്ട ചാടി വിടുന്ന ഞാനും അനിയത്തിയാണ്. അങ്ങനെ ചോറ്, സാമ്പാർ, നെല്ലിക്ക അച്ചാറും പിന്നെ എന്തോ ഒരു ഉപ്പേരിയും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറുണ്ടു. പിന്നെ കാലങ്ങൾക്ക് ശേഷം കുറി തൊട്ടതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് 2 ദിവസം മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നേരെ കണ്ണോത്തുംപാടം പോയി. കണ്ണോത്തുംപാടത്ത് എത്തിയത് ഒരു ഉച്ചര ആ ഒരു ടൈമിലാണ്. ഏതായാലും പിന്നെ പാടന്ന് കേട്ട് കഴിഞ്ഞാൽ കട്ടനും ചായയും കുടിക്കാത്ത മലയാളികളുണ്ടോ? അങ്ങനെ ഈ കട്ടൻ കുടിക്കുന്നത് നട്ടുച്ചയ്ക്കാണ് കേട്ടോ, ഏകദേശം ഒരു 1 മണി 1:30 ആ സമയത്ത്. പിന്നെ ചായയുടെ മുന്നിലും ഞാൻ കുറേ ഷോ ഒക്കെ ഇട്ട് നിന്ന് പിന്നെ കാറിൽ കുറേ പാട്ടൊക്കെ വെച്ച് തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ സന്തോഷം. മറ്റു സന്തോഷങ്ങൾ വീണ്ടും വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.